പോർബന്തറിലാണ് ജനിച്ചത്. ഈ ദിവസത്തിൽ നിങ്ങൾക്കായിട്ട് ഞാൻ വായിച്ച ഡോക്ടർ എസ് ശാന്തി പുനരാഖ്യാനം ചെയ്ത ബാപ്പുജി കഥകളുമായി ശാസ്ത്രജ്ഞയോ എഴുത്തുകാരിയോ പ്രമുഖ പരിസ്ഥിതി പ്രതിരോധ പ്രവർത്തകയുമായ ഡോക്ടർ എസ് ശാന്തി പുനരാഖ്യാനം ചെയ്തിട്ടുള്ള ബാപ്പുജി കഥകളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. 58 അധ്യായങ്ങളിൽ ഒതുങ്ങുന്ന ബാപ്പുജി കഥകളിൽ ബാപ്പുജിയുടെ ചെറിയ പ്രായം തൊട്ടുള്ള അസാധാരണമായ സംഭവ പരമ്പരകൾ നിറഞ്ഞതാണ്. ബാപ്പുജിയുടെ ജീവിതവും ദർശനവും അറിയാൻ സഹായകമായ ചില സന്ദർഭങ്ങൾ ഈ ബുക്കിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതിൽ പറയുന്ന സംഭവങ്ങളും സന്ദർഭങ്ങളും ബാപ്പുവിൽ നിന്ന് എനിക്ക് പ്രചോദനം ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. ഒരിക്കൽ ഗാന്ധിജി തന്റെ കൂട്ടുകാർക്കൊപ്പം തീവണ്ടിയിൽ സഞ്ചരിക്കുകയായിരുന്നു. 3ാം ക്ലാസ് കമ്പാർട്ട്മെന്റിലെ വൃത്തികെട്ട ടോയ്ലറ്റ് കണ്ടപ്പോൾ ഗാന്ധിജി അത് വൃത്തിയാക്കാൻ പരിപാടിയിട്ടു. പക്ഷേ തീവണ്ടിയിലെ വാട്ടർ ടാങ്കിൽ വെള്ളം ഉണ്ടായിരുന്നില്ല. അവരുടെ കയ്യിൽ ആകെ ഉണ്ടായിരുന്നത് ഒരു പാത്രം വെള്ളമായിരുന്നു. ഗാന്ധിജി പറഞ്ഞു, കുറച്ച് കടലാസും ഒരു പാത്രം വെള്ളവും കൊണ്ട് ടോയ്ലറ്റ് വൃത്തിയാക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ കാണിച്ചു തരാം. കടലാസ് ഉപയോഗിച്ച് കൈ കൊണ്ട് അഴുക്ക് തുടച്ചു കളയുകയും ഒരു പാത്രം വെള്ളം കൊണ്ട് ടോയ്ലറ്റ് നന്നായി കഴുകി വൃത്തിയാക്കുകയും ചെയ്ത ഗാന്ധിജി അവർക്ക് വൃത്തിയെക്കുറിച്ച് നല്ലൊരു ക്ലാസും കൊടുത്തു. അദ്ദേഹത്തിന്റെ എളിമയെ സൂചിപ്പിക്കുന്ന ഈ വരികൾ എന്റെ മനസ്സിൽ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇങ്ങനെ ചിന്തയും വാക്കും പ്രവൃത്തിയും തമ്മിൽ ഒരിക്കലും അകൽച്ച ഉണ്ടാകരുതെന്ന് വാശി പിടിച്ച ഗാന്ധിജിയെ അറിയാൻ ബാപ്പുജി കഥകൾ എന്ന പുസ്തകം ഏറെ സഹായകമാകുമെന്ന് ഉറപ്പാണ്. നന്ദി, നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അടുത്തുള്ള ഓൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ. അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ് അവർ വീഡിയോ.